ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും ചെറുകിട സംരംഭകർ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോളിൻ്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റിജക്ഷനുകൾ ഉണ്ടാവാറുണ്ട്, വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും അവർക്ക് സംഭവിക്കാറുണ്ട്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻസ് ആണ്. പലപ്പോഴും നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ചില ഫീച്ചേഴ്സായിട്ടും സ്പെസിഫിക്കേഷൻസായിട്ടും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. മാർക്കറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കുന്ന ഈ പ്രൊഡക്റ്റിന് ഇന്ന തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഡയമെൻഷൻസ് ആണ്, ഇന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ തിരിച്ചടികൾ സംഭവിച്ചേക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് കമ്പനിക്ക് പാക്കറ്റിൽ ഒരു ബിസ്ക്കറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷനുകൾ, അത് വെയിറ്റ് ആണെങ്കിലും ഡയമെൻഷൻ ആണെങ്കിലും എണ്ണമാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വലിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കളറിലായിരിക്കും, ചിലപ്പോൾ ഒരു ഓർഡറിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങളും അതുപോലെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് കൃത്യമായി കമ്മിറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള മെഷർമെൻ്റ് എടുക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ, എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ അപ്പിയറൻസിനെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ലേസർ ടെസ്റ്റിങ്ങിലൂടെയും ലൈറ്റ് ടെസ്റ്റിങ്ങിലൂടെയും ചില സമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റിങ്ങിലൂടെയും ഫിസിക്കൽ അപ്പിയറൻസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഫങ്ഷണാലിറ്റി ആൻഡ് പെർഫോമൻസ് ആണ്. ചിലപ്പോൾ ഒരു ചെറിയൊരു യന്ത്രഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ടോയ് തന്നെ ആയിരിക്കാം. ഇതിൻ്റെ ഫങ്ഷണാലിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്യണം. പലപ്പോഴും ടോയ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ചെറിയ ടോയ് ആണെങ്കിൽ, ചെറിയൊരു ബസ്സാണെങ്കിൽ അത് കൃത്യമായി ഓടുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായി അതിൻ്റെ ലൈറ്റുകളെല്ലാം തെളിയുന്നുണ്ടോ, ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു LED ബൾബ് കത്തുന്നില്ലെങ്കിൽ പോലും ഒരു പക്ഷേ അത് റിജക്റ്റ് ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കി, അതിൻ്റെ പെർഫോമൻസ് നോക്കി, അതിൻ്റെ ഫങ്ഷനാലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമായ ഒരു ഭാഗമാണ്. അതുപോലെ അടുത്തത് അതിൻ്റെ ഫിറ്റും കോമ്പാറ്റബിലിറ്റിയാണ്. അതായത് അത് കൃത്യമായിട്ട് തന്നെയാണോ അത് ഉണ്ടാക്കി വന്നിരിക്കുന്നത്, അതിൻ്റെ കോമ്പാറ്റബിലിറ്റി കറക്റ്റാണോ, എല്ലാ ഭാഗങ്ങളുമായി ചേരുന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കണക്റ്റ് ആവുന്നില്ലേ, മറ്റ് സാധനങ്ങളുമായി അല്ലെങ്കിൽ മറ്റ് സിസ്റ്റംസുമായി അതിനെ കൃത്യമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലേ, ഇത്തരം കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്ത പോയിന്റ് ഓപ്പറേഷണൽ ടെസ്റ്റിംഗ് ആണ്. കൃത്യമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പല തവണ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 1-2 തവണ ടെസ്റ്റ് ചെയ്താൽ പോരാ, പല തവണ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കുക. അപ്പോൾ പലതവണ ഓപ്പറേഷണൽ ടെസ്റ്റിംഗ് നടത്തുക എന്നുള്ളതും പ്രധാനം തന്നെയാണ്. ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ചില സ്പെസിഫിക്കേഷനുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോഴാണ് കൃത്യമായിട്ട് വരിക. ഒരു കാലഘട്ടത്തിൽ നമ്മൾ തലയിൽ ചീകാൻ ഉപയോഗിക്കുന്ന ചീർപ്പ്, വട്ടത്തിലുള്ളൊരു ചീർപ്പ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ചീപ്പ് ഉപയോഗിക്കാറുണ്ട്. ആ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ചില കോമ്പുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകൾ പൊട്ടിപ്പോകുന്നത് നമുക്ക് കാണാം. അതിന് കാരണം അത് ആവശ്യത്തിനുള്ള ഒരു കനമില്ലാത്ത പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതായത് റോ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അവിടെ കോംപ്രമൈസ് നടന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നമുക്കറിയാം, ഇന്ന ബ്രാൻഡിനാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അടുത്ത തവണ ചിലപ്പോൾ നമ്മൾ ആ ബ്രാൻഡോ അല്ലെങ്കിൽ ആ ഷോപ്പിൽ നിന്നോ ഈ കോമ്പ് മേടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? റോ മെറ്റീരിയലിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ കൺസേൺഡ് അല്ലാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും നമ്മുടെ സെയിൽസിനെയും ബിസിനസ്സിനെയും അൾട്ടിമേറ്റ്ലി ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ റോ മെറ്റീരിയൽ മുതലേ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്കിംഗ് ആവശ്യമാണെന്നുള്ളത് നിർബന്ധമാണ്. അടുത്തത് പാക്കേജിങ് ആൻഡ് ലേബലിങ്ങിൻ്റെ കാര്യത്തിലാണ്. പാക്കേജിങ്ങും ലേബലിങ്ങും വളരെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ സമയത്ത് തന്നെ കൃത്യമായി ഒട്ടിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിനകത്ത് കൃത്യമായിട്ടുള്ള നോംസ് ഉണ്ട്, എന്താണ് എഴുതേണ്ടത്. ചിലപ്പം ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഒക്കെ കൃത്യമായി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് റീചെക്ക് ചെയ്യേണ്ടതുണ്ട്, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈവൺ അത് അവിടെ ഒട്ടിക്കുന്ന രീതിയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെരിഞ്ഞൊന്നും പോവാതെ കൃത്യമായിട്ട് തന്നെ ഒട്ടിക്കുക എന്നുള്ളതും ക്വാളിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്.
എൻവയോൺമെൻറ്റൽ റെഗുലേറ്ററി കോംപ്ലയൻസസ് ഒക്കെ കൃത്യമല്ലേ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പലപ്പോഴും ചില പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ചില തരത്തിലുള്ള പാക്കേജിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ, ഇതിനകത്തുള്ള ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതും കൂടി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതൊരു ക്വാളിറ്റി ഐറ്റം ആണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ടാകും. എങ്കിൽ പോലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങളൊരു സർവീസ് ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ ഈ 8 കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓൾ ദി ബെസ്റ്റ്.